ഇതൊക്കെ ഇതേ ഒരു റൗണ്ടും കൂടെ പറിച്ച് കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് ഒരു റൗണ്ട് പറിക്കാനേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതും കൂടെ ഒരു റൗണ്ട് പറിച്ച് തീർത്ത് കഴിഞ്ഞാൽ പയറെല്ലാം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതേണ്ടേ ഇതെല്ലാം പയറൊക്കെ ഇത് ഇങ്ങനെയായി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സെറ്റ് CM സൊല്യൂഷൻ അടിക്കാനായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കയറി പോകുന്നുണ്ട് നമ്മുടെ പാവൽ. അത് പടർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, പൂത്ത് തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിക്കുട്ടന്മാരൊക്കെ അത്യാവശ്യം നന്നായി നിൽപ്പുണ്ട്, വലിയ പ്രശ്നമില്ലാണ്ട്. വലിയ മോശമായിട്ട് നിൽക്കുന്നില്ല, അത്യാവശ്യം നല്ലതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ചീരയും അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ചീര അടുത്ത സെറ്റ് അവിടെ നിൽപ്പുണ്ട്, അത് കാണിച്ചു തരാം. ഇതേണ്ടേ മത്തനും ഒക്കെ കയറി വരുന്നുണ്ട്. ഇത് വേറൊരു സെറ്റ് പയറാണ് കേട്ടോ. ഇത് നമുക്ക് അവിടെ നമ്മുടെ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ്, ഹരിതശ്രീ കൂട്ടായ്മയിൽ നിന്ന് കിട്ടിയതാണ്. വേണ്ടേ ഇതിൻ്റെ അകത്തുനിന്ന് കയറി വരുന്ന അടുത്ത ചീരക്കുട്ടന്മാർ ദേ ഇവിടെയുണ്ട്. വെണ്ടയ്ക്കകൾ നിൽപ്പുണ്ട്. അവിടെ ഒരു ചോളം നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ചോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എല്ലാവർക്കും. നമുക്ക് കുറേ കിട്ടിയതായിരുന്നു ചോളം. ഇതേണ്ടോ ഇതെല്ലാം നിൽപ്പുണ്ട്. ഇവിടെ എല്ലാം പച്ച ചീര നിൽപ്പുണ്ട് കേട്ടോ. ആക്ച്വലി ഇതൊരു നല്ല ഐറ്റമാണ്. എന്നൊരു കറിക്കുള്ളതുണ്ട് പച്ചച്ചീര ഇപ്പോൾ പറിക്കാം. വേണ്ടേ കണ്ടോ, ഇവിടെ എല്ലാം അവിടെയും ഇവിടെയും തെന്നിയും തെറിച്ച് ഓരോരോരോരോ സാധനങ്ങൾ ഇങ്ങനെ ചീരക്കുട്ടന്മാരൊക്കെ പിടിച്ച് വരുന്നുണ്ട്. പിന്നെ ഇനി പയർ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പറിക്കാനുണ്ട്. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു പിടിയെങ്ങാനും, ഒരു ചെറിയ പിടി പറിക്കാൻ കാണും. ദേ അവിടെ കുറ്റിപ്പയറുകൾ കണ്ടോ, എപ്പോഴോ നട്ടത് ദേ കയറിപ്പോയി അവിടെ കിടന്ന് കായ്ക്കുന്നുണ്ട്. അതിനി പറിക്കാനുണ്ട്. അത് അത്രേ മുറ്റുള്ളൂ. പിന്നെ ദേ പാവയ്ക്ക, 1-2 പാവയ്ക്ക. പിന്നെ ചതുരപ്പയർ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചതുരപ്പയറാണ് ഒരുവിധം ഉള്ളത്. ചതുരപ്പയർ പറിക്കാനുണ്ട്. പാവയ്ക്ക 1-2 ഒക്കെ ഇതേ അകത്തും ഒക്കെ നിൽപ്പുള്ളത്, അതും കൂടെ പറിക്കാനുണ്ട്. കാരണം അതും ഒക്കെ മുറ്റി നിൽപ്പുണ്ട്. ഇതേൻ്റെ കണ്ടോ, അകത്ത് ഇതേൻ്റെ മുറ്റിയ പയറും നിൽപ്പുണ്ട്. ഇതേൻ്റെ കണ്ടോ, ഇത് 2 എണ്ണം. പിന്നെ ഇതേൻ്റെ കുറ്റിപ്പയറുകൾ ഇത്. പിന്നെ എത്ര വെള്ളം ഒഴിച്ചിട്ടും മതിയാവുന്നില്ല കേട്ടോ. ചെടിക്കൊക്കെ അങ്ങ് ഒരുമാതിരി വാടി നിൽക്കുകയാണ്. പിന്നെ അതേൻ്റെ മതിലിലോട്ട് കയറി നമ്മുടെ ചതുരപ്പയർ. ആദ്യമേ നമ്മൾ മതിലിലോട്ടാണ് പടർത്താനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അപ്പം അവർക്ക് മതിലേ കയറാനൊരു മടിയായിരുന്നു. ഇപ്പം അതേ കയറി ചെറുതായിട്ട് കായ്ച്ചു വരുന്നുണ്ട് മതിലിൽ നിന്നൊക്കെ. ഇവിടെയാണ് കൂടുതൽ ഇങ്ങനെ കിടക്കണത്, കായൊക്കെ പിടിച്ച് കിടക്കണത് കണ്ടോ. ഇന്ന് കുറച്ച് പറിച്ചു. വേണ്ട ഇത്രയും ചതുരപ്പയർ പറിച്ചു കണ്ടോ. ഇവിടെ കുറച്ച് വേണ്ടേ നമ്മുടെ കോളിഫ്ലവർ, അതുപോലെ കോളിഫ്ലവർ ഇങ്ങനെ നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിൽ ചതുരപ്പയറിന് മുഞ്ഞ കയറുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഇത് CM സൊല്യൂഷൻ തളിക്കാനായി. വേണ്ട കേട്ടോ, ചീര ഇവിടെ അടുത്തൊരു പിടിക്കായി. നാളേക്ക് മിക്കവാറും ഹരിതശ്രീയിൽ കൊണ്ടുപോകാനുണ്ടാവും. ചീര കുറച്ചധികം ഇന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇവിടെ ആയിട്ട് ഇത് അടുത്ത ഉള്ളികളും ഇവിടെ അത്യാവശ്യം എനർജി ആയിട്ട് നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട്. ദേ കോളിഫ്ലവർ, ഇത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റും കുഴപ്പമില്ലാണ്ടൊക്കെ നിൽപ്പുണ്ട്. ക്യാരറ്റൊക്കെ നല്ല അത്യാവശ്യം നല്ല ജീവനോടെയൊക്കെ നല്ല രീതിയിൽ ഉഷാറ് കാണിച്ച് നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ആക്റ്റീവായിട്ടൊക്കെ ക്യാരറ്റിൻ്റെ ഇലകളൊക്കെ നിൽക്കുന്നത് ഞാൻ ഇപ്രാവശ്യമാണ് കാണുന്നത്. സാധാരണ ക്യാരറ്റ് ഇങ്ങനെ ഒരുമാതിരി കുഴഞ്ഞ് നിൽക്കും. പക്ഷെ അടിയിലൊരു നല്ല കായ കിട്ടാറുണ്ട്. എനിക്ക് ഒരു 2 കഴിഞ്ഞതിന് മുന്നത്തെ വർഷമൊക്കെ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. അടിയിലിങ്ങനെ കുഴഞ്ഞ് എന്ന് വെച്ചാൽ നമ്മൾ ഇലയൊക്കെ ഒരുമാതിരി ഭയങ്കര ആക്റ്റീവായിട്ടൊന്നുമല്ല നിൽക്കുക. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇത് അത്ര നല്ല ആരോഗ്യമുള്ളതല്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പറിച്ച് വരുമ്പോൾ അടിയിൽ ഒരു കിഴങ്ങൊക്കെ കാണും ക്യാരറ്റിൻ്റെ. അപ്പോൾ അങ്ങനെ പക്ഷെ ഇപ്രാവശ്യത്തത് നല്ല ആരോഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് വിത്ത് വാങ്ങി നട്ടതാണ് നമ്മൾ. കുറച്ച് ഇതെല്ലാം വിത്ത് വാങ്ങി നട്ടതിൻ്റെ ആണ്. വിത്ത് വാങ്ങി ഇല്ല, ഇത് വിത്ത് വാങ്ങിയതാണ്. വിത്തായിരുന്നു നമ്മളിപ്രാവശ്യം. ഈ ക്യാരറ്റൊക്കെ വിത്താണ്. അവിടെ നിൽക്കുന്ന ക്യാരറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്, കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അത് നല്ലതായിട്ട്
നിൽപ്പുണ്ട്. അതും നല്ലതായിട്ട് നിൽപ്പുണ്ട്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതും നല്ലതായിട്ട് നിൽപ്പുണ്ട്. ആക്ച്വലി ഈ കൃഷിഭവനിൽ നിന്ന് തരുന്ന തൈകളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നന്നായിട്ട് കൃഷി ചെയ്യുന്നവർ ശരിക്കും നന്നായിട്ട് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല തൈകളായിരിക്കും. നമ്മളത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. എപ്പോഴാണ് അവർ തൈ വിതരണം നടത്തുക അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ നല്ല തൈകളായിരിക്കും മിക്കവാറും കിട്ടുന്ന. ഇതേ കണ്ടോ, ഞാൻ പറഞ്ഞു കുഞ്ഞു പിടിയെങ്ങാനും കണ്ടാലായി. പയറിപ്പോൾ പറിക്കാനാണെങ്കിൽ ഒരു കുഞ്ഞു പിടി കാണും. വേണ്ടേ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ അകത്തോട്ടൊക്കെ മുറ്റിയതും ഒക്കെ നിൽപ്പുണ്ട്. അതെ, അടുത്ത സെറ്റ് വരുന്നുമുണ്ട്. ഉണ്ടോ, അടുത്ത സെറ്റൊക്കെ ഇവിടെ കായ്ച്ചും തുടങ്ങി. ഇപ്പോൾ ഒരു 2 റൗണ്ട് CM സൊല്യൂഷൻ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. CM സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഓർഗാനിക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ദോഷവശങ്ങളും അങ്ങനെ ഇല്ല. അതൊരു ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോം ഗ്രോൺ എന്ന് വെച്ചാൽ നമ്മൾ ഈ ജീവാമൃതം പോലെയൊക്കെ, ജീവാമൃതം മറ്റേ എന്താണ് നമ്മൾ ഓർക്കിഡിനൊക്കെ അടിക്കുന്ന മറ്റേ എഗ് അമിനോ ആസിഡും ഫിഷ് അമിനോ ആസിഡൊക്കെ ഇല്ലേ, അതുപോലെ ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടമ്മയല്ല, ഒരു ഹോം ഗ്രോൺ പ്രൊഡക്റ്റാണ്. എന്തായാലും അതെനിക്കറിയാം. അപ്പോൾ ഞങ്ങളുടെ ഹരിതശ്രീയുടെ അവിടെ ഒരു കൗണ്ടറിൽ ആ പുള്ളിക്കാരിയുടെ ഇത് സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2-3 കുപ്പി വാങ്ങിയതാണ്. പക്ഷെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ആദ്യത്തെ പയർ തന്നെ നന്നായിട്ട് കിട്ടിയത് അവരുടെ ആ ഒരു ജീവാമൃതം ഇത് കാരണമാണ്, CM സൊല്യൂഷൻ കാരണമാണ്. കാരണം എല്ലാം കുരുടിപ്പ്, ഞാൻ പറഞ്ഞില്ലേ, ഈ മുഞ്ഞ വന്നിട്ട് എന്നെ വിമൽ തലങ്ങും വിലങ്ങും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചിക്ക് കുറേ ഇവിടുന്ന് അവിടുത്തെ കീടനാശിനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ്. അവിടുത്തെ സീഡ്സും അങ്ങനെയാണ്. റിസൾട്ട് ഇല്ലെങ്കിൽ അവർ സീഡ് കൊടുത്ത കടക്കാരെയൊക്കെ ചെന്ന് വഴക്ക് പറയും. അതുകൊണ്ട് റിസൾട്ട് ഇല്ലാത്ത സീഡുകൾ അവർക്ക് സെയിൽ കൊടുക്കാനും പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഞാനപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പലരോടും, എന്താണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം കിട്ടിയതാണ് ഈ ജീവാമൃതം അല്ല, നമ്മുടെ CM സൊല്യൂഷൻ. ആ CM സൊല്യൂഷൻ നല്ലോണം റിസൾട്ട് കാണിക്കുകയും ചെയ്തു കേട്ടോ. അതും പറയണമല്ലോ. ആദ്യം ഇത് ചെയ്തപ്പോൾ തന്നെ ഇവിടെ എപ്പോഴും സ്ഥിരം കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞത് ഇതുപോലത്തെ പ്രാണികളാണ്. ഇവർ ഭയങ്കര ശല്യമാണ്. ഇവരതിൻ്റെ ആ ഇലയും തിന്നും, അതുപോലെ തന്നെ നീരൂറ്റി കുടിച്ചിട്ടേ ഭയങ്കര ഇതിനെ ബാധിക്കാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നല്ല വെയിൽ കൊണ്ട് ആമ്പലുകളൊക്കെ അത്യാവശ്യം പൂത്തു തുടങ്ങി. വേറെ 2-3 ഞാൻ പൂവ് കണ്ടല്ലോ. വേണ്ടേ, ഇവിടെ ഇവരും ഒക്കെ പൂത്തു തുടങ്ങി. കണ്ടോ, കുറേ എണ്ണം ഇനി പൂക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും വളങ്ങളും കൊടുത്തിട്ടില്ല. ഇവർക്കൊക്കെ ഒന്ന് വളം കൊടുക്കാനായി. ഇവർക്കൊക്കെ ഒരു റൗണ്ട് വളം കൊടുക്കാറായി. പിന്നെ അവിടെ ഒരു മജന്തയൊക്കെ പൂത്തു തുടങ്ങി. ഇനി മണ്ടയിൽ കയറി കഴിഞ്ഞാൽ അവിടെ പൂ ഉണ്ടാവും നിറച്ച്. ഇവിടെ ഇത്ര ഉണ്ടെങ്കിൽ 2-3 പൂവെങ്കിലും മണ്ടയിൽ കാണാതിരിക്കില്ല. ഇത്രയെങ്കിലും. ഇത് ഞാൻ അന്ന് ഈ തണ്ടൊടിച്ച് കുത്തി പൊടിപ്പിച്ചൊരു തൈയാണ്. ദേ ഇപ്പോൾ കായ്ച്ചു തുടങ്ങി. പെട്ടെന്ന് കായ്ക്കും കേട്ടോ. തണ്ടൊടിച്ച് കുത്തുന്ന എല്ലാം പെട്ടെന്ന് കായ്ക്കും. നല്ല പൂ കാണുന്ന ദേ ഒരു താമരപ്പൂവ്. പിന്നെ ദേ ഇവിടെ ഒരു ആമ്പൽ അവിടെയും പൂത്ത് നിൽപ്പുണ്ട്, 1-2 ആയിട്ട്. ദേ കണ്ടോ ഇത്. പിന്നെ ഇനി അപ്പുറത്തെ സൈഡിലാണ്, ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആമ്പലുകൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ആമ്പലുകളുടെ തന്നെ കുറേ ട്യൂബറുകൾ കിടന്ന് കിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലായിടത്തും മാറ്റി വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല, മാറ്റണം. ഇത് കണ്ടോ, അടുത്തത്. പിന്നെ ഇതെല്ലാം മുട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു മഞ്ഞതേ അവിടെ പൂത്ത് നിൽപ്പുണ്ട്. ഇതേ കണ്ടോ, പൂത്ത് നിൽപ്പുണ്ട്. അപ്പം ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷം.